ഹലോ ഫ്രണ്ട്സ്, മോട്ടോർ വ്ളോഗ്സ് ജോയിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഡ്രീംസ് കാറിൽ തന്നെയാണ്. നമ്മൾ കുറച്ച് നല്ല വണ്ടികൾ ഇതിനിടയ്ക്ക് വിട്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം. പെട്ടെന്ന് പെടപെടാന്ന് നമ്മൾ വീഡിയോയിലേക്ക് കിടക്കാണ്. കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ഇല്ല. ഇതിന് മുന്നിൽ 3 എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കയറി നോക്കാം. ബഡ്ജറ്റിൽ 50,000 തൊട്ടിട്ടുള്ള വണ്ടികളുണ്ട്. പിന്നെ കുറച്ചും കൂടി 5, 6, 8 ആ ലക്ഷത്തിലുള്ള വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. നല്ല വണ്ടികളാണ്, നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ്. പിന്നെ ഫിനാൻസ് കാര്യങ്ങൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വണ്ടികളുടെ ഡീറ്റെയിൽ ഒന്ന് കാണണമെങ്കിൽ 3 എപ്പിസോഡിൽ കണ്ടാൽ ഇഷ്ടം പോലെ വണ്ടികളുണ്ട്. ഒന്ന് കയറി കാണാം. സബ്സ്ക്രൈബ് ചെയ്തോളൂ, സപ്പോർട്ട് ചെയ്തോളൂ. ഇനി നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ വിട്ടുപോയ കുറച്ച് വണ്ടികളുണ്ട്. പക്ഷേ അത് വീണ്ടും എടുക്കണമെന്ന് വെച്ചാൽ വളരെ നല്ല വണ്ടികളാണ്. എങ്ങനെയാണ് അവ വിട്ടുപോയത്? കുറേ വണ്ടികളുള്ളവരെ ഒരു ഇഗ്നിസ് എടുക്കുന്നുണ്ടല്ലേ? 2019 മോഡല് ഇഗ്നിസ് സീറ്റ. ഇഗ്നിസ് സീറ്റ 2019 മോഡല് പെട്രോൾ വണ്ടി. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കമ്പനി സർവീസ്, വേറെ തട്ടുമുട്ട റീപ്ലേസ് ഒന്നുമില്ല. ഫുൾ കവർ ഇൻഷുറൻസ് കൂടി ഉണ്ടെന്ന് ഫുൾ കവർ ഇൻഷുറൻസ് എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. ഒന്നും കൂടി നിർത്തി പറയുകയാണെങ്കിൽ 2019 മോഡൽ ഇഗ്നിസ് സീറ്റ് ഓപ്ഷൻ സിംഗിൾ ഓണർ 54,000 കിലോമീറ്റർ. 54,000. നമ്മൾ ഇത് വണ്ടിക്ക് എത്രയ്ക്ക് കൊടുക്കും? ഇത് നമ്മൾ 5,50,000 രൂപ. 5,50,000 ആണ് ആസ്കിംഗ് പ്രൈസ്. ആദ്യത്തെ വണ്ടിയിൽ തന്നെ പറയാണ്. നമ്മൾ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ സ്നേഹത്തിന്റെ ചെറുതായിട്ടൊക്കെ ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഫിനാൻസും അവൈലബിൾ ആണ്. പിന്നെ എല്ലാ എപ്പിസോഡിലും നമ്മൾ പറഞ്ഞാണ് മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ ഫ്ലഡോ റീപ്ലേസ്മെന്റോ അങ്ങനെയൊന്നുള്ള വണ്ടികളല്ല ഇവിടെ. എല്ലാ വണ്ടികളും അങ്ങനെയുള്ളതല്ല. അപ്പോൾ വണ്ടി നമുക്ക് എന്താ പറയുക, ഒരു വിശ്വസിച്ച് നമുക്ക് വണ്ടി വാങ്ങാം. അത്യാവശ്യം നല്ല വണ്ടികളാണ് ഇവിടെയുള്ള എല്ലാ വണ്ടികളും. അത് നമ്മൾ വീണ്ടും പറയണം, ആദ്യമായിട്ട് ഇപ്പോൾ ഈ ചാനൽ കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ വരുന്നത് 2019-20 ടിയാഗോ, ടാറ്റ ടിയാഗോ പെട്രോൾ XM. ഫുൾ ഓപ്ഷന്റെ താഴെ, ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന എയർ ബാഗ്, പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 89,000 കിലോമീറ്റർ ഓടിയേക്കണു. ഇത് റേറ്റ് ചോദിക്കുന്നത് 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. ടാറ്റയുടെ ടിയാഗോ, പണ്ടത്തെ ടിയാഗൊക്കെയാണ് കുറച്ച് പ്രശ്നമുള്ളത്. പിന്നെ ടാറ്റ അങ്ങോട്ട് നന്നായി. ടാറ്റ മഹീന്ദ്ര ഒക്കെ നന്നായി എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് കയറി നന്നായി. അപ്പോൾ ഇപ്പോഴത്തെ ടിയാഗൊക്കെ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. നമുക്ക് ഒരുവിധം കുഴപ്പമില്ലാണ്ട് വണ്ടി എടുക്കാം. സിംഗിൾ ഓണർ വണ്ടി ആയിട്ടുള്ളൂ. അതും 2020 മോഡല്. എത്ര പ്രൈസ് പറഞ്ഞു? ഇത് 4 ലക്ഷം രൂപ ചോദിക്കുന്നു. 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപയാണ് എൻ്റെ ആസ്കിംഗ് പ്രൈസ് കാര്യങ്ങൾ. അപ്പോൾ ടാറ്റയുടെ ടിയാഗോ ഒരെണ്ണുണ്ട്. ബഡ്ജറ്റിൽ നമുക്ക് ഒരു വണ്ടി നോക്കണമെങ്കിൽ നോക്കാവുന്ന വണ്ടികളൊക്കെയാണ്. ഇത് 2019 മോഡല് എർട്ടിഗ. 2019 മോഡല് എർട്ടിഗ. നമ്മൾ ഈ എർട്ടിഗനൊന്നും അധികം വില വെച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഈ എർട്ടിഗ XL6 ഇതൊക്കെ ഭയങ്കര, അതായത് ബഡ്ജറ്റ് ആയിട്ടുള്ള 7 സീറ്റേഴ്സിൽ ഇപ്പോൾ മുട്ടുണ്ടാവും. നല്ല ഡിമാൻഡും ഉള്ള വണ്ടിയാണ്. ഇത് ഡീസലാണ്, ZDI പ്ലസ് ഹൈബ്രിഡ് ആണ്. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജ്, നല്ല ഡീസല് ഹൈബ്രിഡ് ആയിട്ട്. ഇപ്പൊ ഇറങ്ങുന്ന എർട്ടിഗ പെട്രോൾ മാത്രം ഇറങ്ങണമല്ലേ? അപ്പൊ പെട്രോൾ ലാസ്റ്റത്തെ 19 അവരുടെ ലാസ്റ്റത്തെ ഡീസൽ വണ്ടി കേട്ടോ. അപ്പൊ ലോങ് ഓട്ടങ്ങളുള്ള ആൾക്കാർക്ക് ഇതായിരിക്കും ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. 1,02,000 കിലോമീറ്റർ സർവീസ് കഴിഞ്ഞുകൊണ്ട് 1,02,000 കിലോമീറ്റർ ഓടി. സർവീസ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മള് വണ്ടി വെച്ചിട്ടുള്ളത്. ഫുൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ എവിടെ നിന്ന് ഉള്ളൊക്കെ നോക്കിയത് ഇന്റീരിയറൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ല ഇന്റീരിയർ, സീറ്റ് കവറൊക്കെ അടിച്ച് നല്ല രസമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? 8,300 ചോദിക്കണു. 8,300 ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. പിന്നെ നമ്മൾ നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരാം. 8 ലക്ഷത്തിന് മേലെ ലോൺ കിട്ടും. 90% മേലെ ലോണും അവൈലബിൾ ആണ്. പിന്നെ നല്ല റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ് നമ്മൾ എർട്ടിഗ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വിറ്റാ പോലും നിങ്ങൾക്ക് പിന്നെയും നല്ല റീസെയിൽ വാല്യൂ ഉണ്ട്. പിന്നെ 2023 മോഡല് കിഗർ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ്, 16,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2027 വരെ കമ്പനി വാറന്റി കാര്യങ്ങളെല്ലാം ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, ഇപ്പോഴും അണ്ടർ വാറന്റിയിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ്. 27 വരെ വാറന്റി ഉള്ള പുതുപുത്തൻ വണ്ടി. മാനുവൽ ട്രാൻസ്മിഷൻ ആണ് അല്ലെ? അപ്പൊ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. 16,000 കിലോമീറ്റർ ലോ കിലോമീറ്റർ ആട്ടോ വണ്ടി. വെറും 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ, ഇപ്പോഴും കമ്പനി വാറന്റിയിൽ നിൽക്കുന്ന ഒരു വണ്ടി. അടിപൊളി വണ്ടി. ഇതിന് എത്രയാണ്? 5,300,000 രൂപ. 5,300,000 രൂപയ്ക്ക് നമ്മൾ ഈ വണ്ടിയും കൊടുക്കുന്നതായിരിക്കും. ടൈപ്പ് വണ്ടിയായില്ലേ. പിന്നെ ഒരു കിഡിലിന്റെ റേറ്റ് ഉണ്ട് അല്ലേ? ഫോർഡ് എക്കോസ്പോർട്ട് 2013. അതും ബ്ലാക്ക്. എന്റെ ഫോർഡ് ഫിഗോ ബ്ലാക്ക്, ഇത് എക്കോസ്പോർട്ട്. അന്ന് എക്കോസ്പോർട്ട് എടുക്കാൻ മാത്രമുള്ള ഒരു ഫിനാൻഷ്യൽ നമുക്ക് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്താറുള്ള ഒരു വണ്ടിയാണ്. അപ്പോൾ ഫോർഡ് എക്കോസ്പോർട്ട് 2013 മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ.
പെട്രോൾ എക്കോ ബൂസ്റ്റ് എഞ്ചിനാണ്, മൈലേജ് കൂടുതലുണ്ട്. അപ്പൊ മൈലേജ് കിട്ടുന്ന രീതിയിലുള്ള എഞ്ചിനാണ്. എന്റെ വണ്ടി ഇപ്പൊ 75,000 കടന്നു, 80,000 കിലോമീറ്ററിന്റെ അടുത്ത് എത്തുന്നു. എന്റെ ഫോർഡ് ഇപ്പോഴും പുതുപുത്തൻ നല്ല കണ്ടീഷനിൽ പോണ വണ്ടിയാണ്. ഇതിപ്പോ 69,000 കിലോമീറ്റർ ആയിട്ടുള്ള കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. പിന്നെ ഞാനൊരു ഫോർഡ് ഓണർ എന്ന നിലയിൽ പറയാണ്, സർവീസിന് ഒരു പ്രശ്നമില്ല, സ്പെയർ പാർട്ടിനും ഒരു പ്രശ്നമില്ല, ഒക്കെ ഒരു കുഴപ്പമില്ലാണ്ട് നടക്കുന്ന വണ്ടിയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാം. വണ്ടി കമ്പനി നിർത്തിപ്പോയി എന്നുള്ള ഒരു ടെൻഷൻ വേണ്ട. എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ നല്ല ബ്ലാക്ക് കളർ ഫോർഡ് എക്കോസ്പോർട്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ആസ്കിംഗ് പ്രൈസ് ഇത് 4,65,000. 4,65,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കിട്ടും. ഓക്കെ, പറഞ്ഞോളെ. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഒരു എത്തിയോസ് ആണല്ലേ? എത്തിയോസ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്? 2013 മോഡൽ എത്തിയോസ്. 2013 മോഡൽ എത്തിയോസ് GD ഡീസൽ വണ്ടി. സെക്കൻഡ് ഓണർ ആണ്, കമ്പനി സർവീസ് ആണ്. വേറെ തട്ടുമുട്ട റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ഇതൊക്കെ നമുക്കൊരു 3,60,000 രൂപയ്ക്ക് കൊടുക്കാം. 3,60,000 എത്തിയോസ് GD, അതും സെക്കൻഡ് ഓണർ, കമ്പനി സർവീസ് എല്ലാം ഉള്ള മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ എല്ലാ സർവീസും കഴിഞ്ഞിറക്കണ ഡീസൽ വണ്ടി. എത്തിയോസ് റീസെയിൽ വാല്യൂ ഉണ്ട്. വണ്ടിയുടെ എഞ്ചിൻ ലൈഫ് ഒക്കെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ പുട്ടുപോലെ ഓടുന്ന വണ്ടിയാണ്. ഒരുപാട് പേര് ടാക്സി ആയിട്ട് യൂസ് ചെയ്ത വണ്ടിയാണ്. അതെ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞത് 3,60,000. 3,60,000 കേട്ടോ. അത് വാല്യൂ നോക്കിയോളാം. 3,60,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കിട്ടും. കേരള വണ്ടിയാണ്, റീവണ്ടി ഒന്നല്ല, ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. പിന്നെ വൈറ്റ് എത്തിയോസ് കളർ കണ്ടു. ഇത് വൈറ്റ് അല്ല, 2017 മോഡൽ. അപ്പൊ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്തിയോസ് എടുക്കാം. പെട്രോൾ ആണെന്ന് മാത്രം. ഇത് പെട്രോള്, അത് ഡീസല്. 45,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ്, സിംഗിൾ ഓണർ, കമ്പനി സർവീസ്. 45,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള എത്തിയോസ് അല്ലേ? ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്നത്? ഇത് 550 ചോദിക്കണം. 550. ഓക്കെ. കാര്യങ്ങളെല്ലാം കിലോമീറ്റർ ആണ്, സിംഗിൾ ഓണർ ആണ്, 2017 മോഡല്. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു വണ്ടി ഉണ്ട്. പിന്നെ മഴ പതുക്കെ വന്നു തുടങ്ങി, നമുക്ക് പെട്ടെന്ന് ഇവിടെ ഒരു 3 വണ്ടി, 2013 സിംഗിൾ ഓണർ പോളോ ഡീസൽ. 2013 സിംഗിൾ ഓണർ പോളോ ഡീസൽ വണ്ടി. 1,00,000 കിലോമീറ്റർ. കുറച്ചുകൂടി നമുക്ക് പറഞ്ഞ 1,00,000 കിലോമീറ്റർ. 1,00,000 കിലോമീറ്റർ. വേറെ തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇതിന് ഇതിപ്പോ എത്ര ആസ്കിംഗ് പ്രൈസ്? 3,00,000 രൂപ. 3,00,000 രൂപയ്ക്ക് പോളോ കിട്ടും. റേറ്റ് നെഗോഷ്യബിൾ. കുറച്ചൊക്കെ നമുക്ക് സ്നേഹത്തിന്റെ പുറത്ത് നമുക്ക് ലോണും കിട്ടും. നമുക്ക് വലുത് സ്നേഹമാണ്, നിങ്ങളാണ്, കസ്റ്റമേഴ്സ് ആണ് സ്നേഹമാണ്. നമ്മള് നിങ്ങൾക്ക് വേണ്ടിട്ട് എന്തും ചെയ്തു തരും കേട്ടോ. പിന്നെ ഒരു 3 വണ്ടി കൂടി ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പോയിട്ട് വീഡിയോ എടുക്കാൻ കുറച്ച് പാടാണ്. അപ്പൊ 3 വണ്ടിയുടെ ഡീറ്റെയിൽസ് അർണോൾഡ് പറഞ്ഞുതരും. ഒരു 15 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ ഡീസൽ, സെക്കൻഡ് ഓണർ, 120 കിലോമീറ്റർ. പിന്നെ കഴിഞ്ഞ വണ്ടിയാണ്. ഇതിന് റേറ്റ് ചോദിക്കുന്നത് 4,40. 4,40 4,40,000 രൂപ. അതെ. ഓക്കെ, 4,40,000 രൂപ. ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ പോകുമ്പോ സൗണ്ട് നിങ്ങൾക്ക് കേട്ടിലേക്ക് ഒന്നുകൂടി പറയാണ്. 4,40,000 രൂപയാണ് ഡിസയർ VDI. പിന്നെ വരുന്നത് എസ്ക്രോസ്. ഇത് 2016 മോഡല്, ഫുൾ ഓപ്ഷൻ ആൽഫ. ഓക്കെ. ഫുൾ ഓപ്ഷൻ ആൽഫ മോഡല് എസ്ക്രോസ് 2016 മോഡല് വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. ഇതിന് എത്ര നമുക്ക്? 5,60,000 രൂപ. 5,60,000 രൂപ അല്ലേ? 5,60,000. പിന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ചെറിയ നെഗോഷ്യബിൾ ആണ്. പിന്നെ അതിന്റെ അപ്പുറത്ത് സ്റ്റാർ ഓട്ടോമാറ്റിക് ലേഡീസിനൊക്കെ ഓടിച്ചു പഠിക്കാൻ, ലേഡീസിന്റെ പ്രിയപ്പെട്ട വാഹനല്ലേ സ്റ്റാർ ഓട്ടോമാറ്റിക് വണ്ടി. 2013 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 45,000 കിലോമീറ്റർ. 2013 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 45,000 കിലോമീറ്റർ, വൈറ്റ് കളറ്, ഓട്ടോമാറ്റിക് വണ്ടി. ലേഡീസിന് പറ്റിയ വണ്ടി അല്ലേ? ഒരു സെക്കൻഡ് വണ്ടിയൊക്കെ ആയിട്ട് വീട്ടില് ഇപ്പൊ നമുക്ക് എടുത്തിടാം. ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്ര വരുന്നത്? 280 ചോദിക്കുന്നു. 280 അല്ലേ? 280 ആണ്. 280 ോട്ടാ. നിസ്സാര പൈസക്ക് നമുക്ക് വീട്ടിലൊരു ഓട്ടോമാറ്റിക് വണ്ടി 2,80,000 രൂപ. ഫിനാൻസും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ ഇവിടെ ഒരു എ സ്റ്റാർ എടുക്കുന്നു, ഒരു എസ്ക്രോസ് എടുക്കുന്നു, ഇപ്പുറത്തെ ഒരു ഡിസൈർ എടുക്കുന്നു. പിന്നെ നമ്മൾ എത്തിയോസ് വണ്ടിയുടെ 2 കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ ഉള്ള വണ്ടികളുടെ ഒക്കെ ഒരു വിശേഷം. അപ്പോൾ ഡ്രീംസ് കാറിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ 4ാമത്തെ എപ്പിസോഡാണിത്. ബഡ്ജറ്റ് 50,000 രൂപ തൊട്ടിട്ടുള്ള വണ്ടികളുണ്ട്. അപ്പോൾ എല്ലാ എപ്പിസോഡും കാണാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വണ്ടി ഈ ക്രിസ്മസ്, ഈ ന്യൂ ഇയറിന് നിങ്ങളൊരു വണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റിയ വണ്ടികളോടെ ഉണ്ട്. ഫിനാൻസ് നമ്മൾ അവൈലബിൾ ചെയ്യും. പിന്നെ എല്ലാ വണ്ടികളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അതായത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ്, ഫ്ലഡ്, റീപ്ലേസ്മെൻറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഗുഡ് ക്വാളിറ്റി വണ്ടികൾ കൂടെയാണ് ഇവിടെ ഉള്ളത്. അതൊക്കെ എടുത്ത് പറയാണ്. കാരണം അങ്ങനത്തെ വണ്ടികൾ കിട്ടാൻ കുറച്ച് പാടാണ്.
അപ്പോൾ അങ്ങനെയും കൂടി ഉണ്ട്. പിന്നെ ഫിനാൻസ് കാര്യങ്ങൾ നമ്മൾ അവൈലബിൾ ചെയ്യും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലിൽ കണ്ട എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ടും, പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു വണ്ടി ഈ കളക്ഷനിൽ ഉണ്ടാവുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെയും കൂടെ ഇറ്റ്സ് മീ ജോവിൻ സൈനിങ് ഓഫ്.